ദൈവനാമത്തിന് മഹത്വം. May the name of the Lord be glorified. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ എൻ്റെ പേര് ജോബി തോമസ്. As I introduced earlier, my name is Joby Thomas. കുടുംബമായിട്ട് ഞങ്ങൾ കട്ടക്കിലായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു, ഒറീസയിലുള്ള കട്ടക്ക് ഡിസ്ട്രിക്റ്റിൽ. In the region of Cuttack in Orissa in India, we are serving the Lord as a family. ഇന്ന് അബുദാബിയിലുള്ള നിങ്ങളെ ഓരോരുത്തരെയും കാണുവാനും ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കാനും എനിക്ക് ഇടയാതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. Today I am delighted to be with all of you and to be in fellowship and participate in worship with all of you. എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഒരുക്കി തന്ന ഈ സഭയിലെ വേണ്ടപ്പെട്ട സൗരന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. I also give my esteemed thanks and gratitude to the assembly leaders over here who has granted me this opportunity. ഞാൻ പറഞ്ഞല്ലോ, കുടുംബമായിട്ട് ഞങ്ങൾ കട്ടക്കിലായിരിക്കുന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം നൽകി തന്നു. I mentioned already we are serving the Lord in Cuttack and God has blessed us with 3 children. വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറീസയെക്കുറിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. Before I go into the word sermon, I would like to share a few things for the ministry in Orissa. ഞാൻ 2014 ഒറീസയിൽ ആദ്യമായിട്ട് മിനിസ്ട്രിക്ക് കടന്നു പോകുന്നത്. In 2014 we first stepped into Orissa for ministry. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തൊക്കെ സുവിശേഷത്തിന് അല്പം ഫ്രീഡം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോകുമായിരുന്നു ഗോസ്പൽ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട്. When I stepped in over there was not a moderate amount of freedom over there for the gospel outreach. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരല്പം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. But in the last 2 years there has been a severe persecutions over there. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും അറിഞ്ഞു കാണും, ഈ ജനുവരി 1st വീക്കിൽ നമ്മുടെ ഒരു സഹോദരനെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി. Most of you might know there was a believer, a brother of ours who has been persecuted very severely on January 1st. അദ്ദേഹത്തിന്റെ പേര് വിനോദ് ബിഹാരി എന്നാണ്. അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ ഓർക്കുക. Please remember this brother. His name is Vinod Bihari. He was persecuted over there on January 1st. അതുപോലെ തന്നെ ആ വിനോദ് ബ്രദർ ഉള്ള സ്ഥലത്ത് ദേങ്ങനാൽ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റാണ്. അവിടെ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് വർക്ക് പോസ് ആയിട്ടിരിക്കുകയാണ്. അത് റെസ്യൂം ചെയ്യാനായിട്ട് പ്രാർത്ഥന എല്ലാവരും ഓർക്കുന്നത്. Requesting your prayers for this brother's ministry who has been in a place called Denagal, who is over there. The work has been paused for some time over there. ഒറീസയിൽ 30 ഡിസ്ട്രിക്റ്റുകളാണുള്ളത്. There are 30 districts in Orissa. 314 അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളാണുള്ളത്. And there are 314 administrative sections over there. നമ്മൾ 125ഓളം സുവിശേഷകന്മാരും അതേപോലെ 125ഓളം ചെറിയ കൂടിവരവുകളുമാണ് ഒറീസയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ളത്. In the region of Orissa there are 125 services as well as 125 evangelists to support in over there. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 120ഓളം പേര് തദ്ദേശീയരാണ്, അതായത് ഒഡീസക്കാരായ സഹോദരന്മാർ തന്നെയാണ്. There are 120 people who are local evangelists serving in the Orissa region. ഇവിടുന്ന് കുറച്ച് സഹോദരന്മാർക്ക് അവിടെ വരുവാനും ഞങ്ങൾക്ക് അവിടെ ഒന്നിച്ച് കാണുവാനും ഒക്കെ ഇടയായിത്തീർന്നു. എനിക്ക് 2024 അല്ലേ 24. There has been some brethren who came over from here to that region in 2024. ഒറീസയെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം, കാരണം അവിടെ പ്രവർത്തനത്തിന് ഒത്തിരി സാധ്യതകളുള്ളൊരു സ്ഥലമാണ്. Please do pray for Orissa, the region of Orissa. There is a lot of potential of work over there that can be taking place. 4.5 മുതൽ 5 കോടിയാണ് അവിടുത്തെ ജനസംഖ്യ. There is a population of 5 crores and above over there. 2018 സെൻസസ് അനുസരിച്ച് 4.5 കോടി. There is in 2014 it says over there's around 4 crores people over there. ഈ 4.5 കോടി അല്ലെ 5 കോടി ജനങ്ങൾക്ക് നമ്മൾ 125 സുവിശേഷകന്മാർ മാത്രമേ ഉള്ളൂ. For these 5 crores of people only 125 servants of God are there. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ സാധ്യതകൾ എത്രയോ വലിയതാണ്. By that itself we can understand what is the great potential in that region. ഒറീസയിലുള്ള ആളുകളെല്ലാം വളരെ റിസപ്റ്റീവാണ്. There are people who are very much willing or keen to listen. പക്ഷേ ചില രാഷ്ട്രീയ സംഘടനകളുടെ പ്രശ്നങ്ങൾ മുഖാന്തരം ഉള്ള എതിർപ്പുകളാണ് അവിടെ നടക്കുന്നത്. But due to some political parties oppositions there has been challenges for these receptive people over there. അതുകൊണ്ട് പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Please do remember the ministry conducted over there. ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ. Let me also raise one more prayer request. ഈ കഴിഞ്ഞ ഒരു 11 വർഷമായിട്ട് നമ്മൾ 11 വർഷം മുമ്പ്, അതായത് 2014 നമുക്ക് 90 സഭകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. In this last few years we had only 90 assemblies. 2014 മുതൽ 26 വരെയുള്ള ഈ 11 വർഷത്തിനോടിടയ്ക്ക് ഒരു 30 അസംബ്ലികളോളം വർദ്ധിക്കാനായിട്ട് ഇടയായിത്തീർന്നു. But in these last 11 years we understand over there in that region there has been growth of another 30 assemblies over there.
അതുപോലെ തന്നെ ഏകദേശം 30ഓളം ലോക്കൽ ഇവാഞ്ചലിസ്റ്റ് പുതിയതായിട്ട് മിനിസ്ട്രിക്ക് വേണ്ടി വരാനിടയായി. And there has been an amount of people, 120 people coming into the ഇത് ministry. സംഭവിച്ചത് ഒരു പുതിയ ഒരു മിനിസ്ട്രി അപ്രോച്ചിലൂടെയാണ്. And this has been happening because of a new method of ministry over ഞാൻ there. ആദ്യം പറഞ്ഞല്ലോ നമുക്ക് 314 ബ്ലോക്കുകളാണുള്ളത്. I told you already we have around 314 administrative sections. എല്ലാ ബ്ലോക്കുകളിലും നമുക്ക് ഒരു അസംബ്ലി എങ്കിലും വേണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ ഒരു ടാർഗറ്റ് ഓറിയന്റഡ് വർക്കാണ് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 10-14 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. We had been determined and purposed in our heart every administrative block or section over there should have an assembly, and we have been carrying out our ministry in that manner. അപ്പോൾ ഇത് പ്രാർത്ഥനയിലെ ഓർക്കുക. Please remember this matter in prayer. നമ്മളൊരു 2030 വിഷനാണ് വെച്ചിരിക്കുന്നത്. 2030-നകം അച്ചീവ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. We as group of evangelists together, we are determined by 2030 we will achieve every administrative block will have an assembly. ഇപ്പോൾ ഏകദേശം 80ഓളം ബ്ലോക്കുകൾ നമുക്ക് അസംബ്ലികളുണ്ട്. By now by 2026 we have around assemblies in 80 blocks. ഇനിയുള്ള 4 വർഷത്തിനോടകം എത്രമാത്രം സംഭവിക്കുന്ന കാര്യമാണ് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങൾ ശ്രമിക്കുന്നു. We do not. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ എല്ലാവരും ഓർക്കണം. Please remember us in prayers. We do not know the certainty of how much we can achieve by 2030, but we leave it to the Lord to help us over there. ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം പബ്ലിക്കായിട്ട് ഗോസ്പൽ ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. Nowadays we cannot go in public and share the gospel. അതുകൊണ്ട് പുതിയ മാധ്യമങ്ങളിലൂടെ സുവിശേഷം അറിയിക്കാനായിട്ട് ദൈവം പുതിയ വഴികൾ ഒരുക്കി തരുന്നതിനായിട്ട് പ്രാർത്ഥിക്കണം. Please remember us in prayers, God to show us new mediums that where we can enhance or to showcase the gospel that the Lord has given us over here. മറ്റൊരു പ്രാർത്ഥനാ വിഷയം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ലോക്കൽ വർക്കേഴ്സിനെയാണ്, അതായത് ഒഡീസയിലുള്ള ഒഡിയ വർക്കേഴ്സിനെയാണ്. Another prayer request is we do need a lot of more local evangelists over there. അതിനായിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. Please do remember that in prayers. അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു വർഷത്തെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഒഡിയ മാധ്യമത്തിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. And for that purpose, to have more local workers, we have been running a training center for the last 6 years, and we are looking forward to increase that. ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് 35 സഹോദരന്മാർ, അതായത് ഒറിയ സഹോദരന്മാർ ഒറിയ മീഡിയത്തിൽ ദൈവവചനം പഠിച്ച് 1 വർഷത്തെ കോഴ്സാണ് ഇപ്പോൾ ചലിക്കുന്നത്, പഠിച്ച് മിനിസ്ട്രിയിൽ ഇറങ്ങാനായിട്ട് സാധിച്ചു. This training center is being conducted in Oriya, and for the last few years we have been helping, and the Lord has given us 35 workers in the Oriya language to continue the ministry. അതിന്റെ പേരിട്ടിരിക്കുന്ന ഹാർവസ്റ്റ് ട്രെയിനിങ് അക്കാഡമി എന്നാണ്. And that training center has been called the Harvest Training Academy. ഇതേ ഓർത്ത് ദയവായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. Please remember this matter in prayers. അനേക ചെറുപ്പക്കാര് ഒറിയ സഹോദരന്മാര് മിനിസ്ട്രി താല്പര്യത്തോടെ ആത്മഭാരത്തോടെ വന്ന് പഠിക്കുവാൻ അവർ തന്നെ അവരുടെ ഇടയിലേക്ക് പോയി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മുഖാന്തരം ഒരുക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കും. There are many native evangelists who are with the desire and burden to go back and to guide the believers over there and to reach out to the unbelievers. They are burdened over there. They are coming. Please do pray for them. അതുപോലെ ബൈബിൾ സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അതിന് പ്രത്യേകിച്ച് സ്പോൺസർ ഒന്നുമില്ല. അവിടെയുള്ള അസംബ്ലികൾ ഞങ്ങൾ എല്ലാവരും കൂടി തന്നെയാണ് അത് ചെയ്യുന്നത്. അതിന് ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതോർത്ത് പ്രാർത്ഥിക്കാം. This training academy has got greater number of needs over there. We do not have a sponsor. The evangelists and the believers are gathered, pulled up money over there to support. Please do pray for the ministry and the needs to be met in time. ഇതാണ് ജനറലായിട്ടുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങൾ. These are some of the general matters that I have to share. സ്പെസിഫിക് ആയിട്ട് ആരെങ്കിലും ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രയർ റിക്വസ്റ്റ് ആവശ്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ പ്രയർ റിക്വസ്റ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും. If you have any specific desires to get to the attentive matters in prayer for Orissa, I can share that with all of you. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Shall we ponder upon our attention for a few minutes from the word of God? ലൂക്കോസിന്റെ സുവിശേഷം From the book of Luke, 1-ാം അധ്യായം chapter 1. അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആദ്യം നമുക്ക് വായിക്കാം. Let us read firstly from Luke chapter 1 verse 5 to 7. ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ
നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ഈ ഒരു ഭാഗത്തിൽ നിന്നും സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. From this portion, I would like to highlight on the subject, if God wants to use us for His service, how should we prepare our life over here? ഇവിടെ നമ്മൾ സെക്കറിയാവിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്തിനെ കുറിച്ചുമാണ് വായിച്ചത്. We read about here about two individuals or a family over here, Zechariah and Elizabeth over here. ഈ ലൂക്കോസ് സുവിശേഷം എഴുതുന്നത് തെയോഫിലോസ് എന്ന് പറഞ്ഞ തൻ്റെ ഒരു യവന സുഹൃത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്. Luke the gospel writer is giving attention and writing this to Theophilus, who is a Greek over there, and he is reminding him valuable things about Jesus Christ. അപ്പോൾ ലൂക്കോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതാനാണ് തുനിഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് താൻ യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാനെ കുറിച്ചുകൂടെ ചില കാര്യങ്ങൾ എഴുതിയതിന് ശേഷമാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കുന്നത്. Luke was desiring to write and give attention to Jesus Christ as he was addressing to Theophilus, but here we understand he is going forward to remind the forerunner of Jesus Christ, that is John the Baptist. ഇവിടെ എൻ്റെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വളരെ സൂക്ഷ്മമായിട്ട് താനൊരു ഹിസ്റ്റോറിയൻ ആയിരുന്നു, വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ചാണ് താൻ എഴുതിയത്. He is writing with very careful attention over there, studying those matters and then explaining it over here. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചപ്പോൾ തനിക്ക് മനസ്സിലായ ഒരു കാര്യം, യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാനെ കുറിച്ചുകൂടെ ഒന്ന് എഴുതിയേക്കാം എന്നുള്ള ഒരു താല്പര്യത്തിൽ താൻ എന്ത് ചെയ്തു, യോഹന്നാനെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും ഒരു അന്വേഷണം നടത്തി കാണും. And this is where we can recognize as we read this portion, as he was desiring and putting attention to Jesus Christ, he wanted to make sure he also addressed with careful thought on the forerunner of Jesus Christ, that is the John the Baptist. അപ്പോൾ യോഹന്നാനെക്കുറിച്ച് എഴുതുമ്പോൾ ലൂക്കോസ് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം ഒന്ന് അന്വേഷിച്ചു. And as he addressed about the forerunner John the Baptist, he is also paying attention closely to the history, his family over here. അപ്പോഴാണ് ലൂക്കോസ് മനസ്സിലായത് യോഹന്നാന്റെ മാതാപിതാക്കളെ കുറിച്ച്, സെക്കറിയാവും എലിസബത്ത്. And that's where we are recognize how he puts attention to Zechariah and Elizabeth over here. ലൂക്കോസ് തീർച്ചയായിട്ടും എലിസബത്തിൻ്റെയും അതുപോലെ സെക്കറിയാവിൻ്റെയും കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ചു കാണും. And there we can understand how he might have gone a deeper study over here. അദ്ദേഹം പുരോഹിതനായിരുന്നു, He was a priest. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് താൻ എഴുതിയിരിക്കുന്ന ചില വാക്കുകളാണ് നമ്മൾ വായിച്ചത്. എൻ്റെ 6-ാം വാക്യം. And that's where we understand about Zechariah, how Luke addresses about him, verse 6. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും, They were both righteous. കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. Walking in all the commandments and ordinances of the Lord, blameless over here. തങ്ങളെക്കുറിച്ചുള്ള വിവരം ഒരു ഹിസ്റ്റോറിയൻ അന്വേഷിക്കുമ്പോൾ എങ്ങനെയുള്ള വിവരമാണ് അദ്ദേഹത്തിന് കിട്ടേണ്ടത് എന്നുള്ള വിവരം ഓൾറെഡി എലിസബത്തും സെക്കറിയാവും നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു. There we understand this historian already understood and was already recorded what these things are in detail, and Elizabeth and Zechariah already explores and shares that with John over here. ഇവിടെ നമ്മൾ അവരെക്കുറിച്ച് വായിക്കുന്നത് നല്ലൊരു അഭിപ്രായം അവരെന്ത് ചെയ്തു, കാഴ്ചവെച്ചതിന് ശേഷമാണ് അവർ കടന്നുപോയത്. It is recorded very carefully over here how it is the testimony of Zechariah and Elizabeth mentioned to Luke over here. അവരെക്കുറിച്ച് നമ്മൾ കാണുന്നത് നീതിയുള്ളവരും സകല കൽപ്പനകളിൽ കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായി. They were righteous and walking in all the commandments and ordinances of the Lord, blameless over here. പക്ഷേ ആ കുടുംബത്തിൽ ഒരു ചെറിയ ദുഃഖമുണ്ട്. But they had a sadness in the family. എന്താണ്? What is that? മക്കളില്ല. They did not have any children. ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. It is a sad moment for them. ഒരു പക്ഷേ നമ്മളതിൻ്റെ താഴോട്ടുള്ള വാക്യത്തിൽ കൃത്യമായ ഏത് വാക്യം ഞാൻ ഓർക്കുന്നില്ല, അവിടെ ദൂതൻ തന്നോട് പറയുന്നുണ്ട്, ഓക്കെ, എൻ്റെ 13-ാം വാക്യം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുന്നുണ്ട്. And there we read in verse 13, for your supplication is heard over there. എത്രാമത്തെ വയസ്സിലായിരിക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായത്? At what age would we can assume they got their prayers answered? അതിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇരുവരും വയസ്സ് ചെന്നതിന് ശേഷമാണ്. There we read in verse 7 over there, they were well stricken in years. അപ്പോൾ ഇത്രയും കാലം ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? At all these time of their life, what were they doing? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. They were keep on praying over there.
അല്ലേ? അപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ദൂതൻ പറയണമെങ്കിൽ അവർ കല്യാണം കഴിച്ച നാൾ മുതൽ ഇന്ന് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. And if the angel has to say your supplication is heard from the time of their marriage till this moment of time, they will keep on praying for a child over അവര് there. നീതിമാന്മാർ രണ്ടുപേരെ കുറിച്ചും പറയും. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ഇരുവരും സകല കൽപ്പനകളും അനുസരിച്ച് നടക്കുന്നവരെ. The historian mentions very clear about John's parents over there. They were righteous and blameless in front of God. അതായത് നീതിയുള്ളവരും സകല കൽപ്പനകളും അനുസരിച്ച് നടക്കുന്നവരും ആണെങ്കിലും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നു വരികയില്ല. What we can observe from here is even when we are righteous and blameless and we live as straight over here, even sometimes our prayers might not be heard over there. പക്ഷെ ദൈവത്തിന്റെ കാര്യപരിപാടി നടത്താനായിട്ട് ചിലരെ ആവശ്യമുണ്ട്. But here you understand, in this time of the period, there are times which God wants to answer certain prayers in His time. കർത്താവിന്റെ വഴി ഒരുക്കാനായിട്ട് വരുന്ന യോഹന്നാൻ ഒരു കുടുംബത്തിൽ ജനിക്കണമല്ലോ. And we understand from here, John has to be born and raised up as a forerunner for Jesus Christ. ദൈവം ആ യെരുശലേമിൽ ആ ഏരിയയിലുള്ള എല്ലാ കുടുംബങ്ങളെയും നോക്കിയപ്പോൾ ദൈവം കണ്ടത് ഏത് കുടുംബത്തെയാ? യോഹന്നാന് പറ്റിയ കുടുംബം സെക്കറിയാവിന്റെയും എലിസബത്തിന്റെയും കുടുംബത്തെ. And for this forerunner to be placed in a family, as God was exploring and observing throughout Jerusalem, He could observe it was only worthy of honor, and that was with Zechariah and Elizabeth. അപ്പോൾ ഈ സെക്കറിയാവും എലിസബത്തും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ എന്നൊരു വാക്ക് അവിടെ ശ്രദ്ധിക്കണം. നീതിയുള്ളവരായിരുന്നു എന്നാണ് വായിക്കുന്നത്. Please remember what we read in verse 6 over there. They were righteous. It is what mentioned over there. ഇങ്ങനെ ഒരു വാക്ക് പറയാനുള്ള കാരണം എന്തായിരിക്കും? What does it have to be there? What is its significance? The Luke, the historian mentioning, they were righteous. ഒരു പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ നീതിയുള്ളവർ വളരെ ചുരുക്കമായിരുന്നു. One thing which we can observe from here is probably they were one of the rare few people who could be called righteous over there. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സകല കൽപ്പനകളും കുറ്റമില്ലാത്തവരായി നടന്നിരുന്നവരായിരുന്നു. Oh, they were people who walked blameless in all the ordinances and commandments of the Lord. നമ്മൾ ആ സമയത്തെ ആളുകളെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം, ആ കാലത്തിലുണ്ടായിരുന്ന യഹൂദന്മാരിൽ ഒരു നല്ല ശതമാനം ആളുകൾ നേരെ വിപരീതമായ ജീവിതം നയിച്ചിരുന്നവരായിരുന്നു. And there we understand at that time of the year or that time of the age and time of darkness, even the Jews were people of corruption over there. യോഹന്നാൻ, കർത്താവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാന്റെ മെസ്സേജ് എന്തായിരുന്നു? What is the message of the forerunner John the Baptist? നിങ്ങൾ അവരെ വിളിക്കുന്ന സർപ്പസന്തതികളെ എന്നാണ്. അവരോട് എന്താ മെസ്സേജ് പറയുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നാ പറയുന്നത്. There we understand the message of John the Baptist was that you sons of vipers, repent and turn to God. എന്തിനാ യഹൂദന്മാർ മാനസാന്തരപ്പെടേണ്ടത്? Why does they have to be repenting over there? കാരണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. Oh, because the kingdom of God is near. ഈ യഹൂദന്മാർ വളരെ വർഷങ്ങളായിട്ട് എന്തിനു വേണ്ടി കാത്തിരിക്കുക? What is the Jews waiting for so much period of time? ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. Oh, they are waiting for the kingdom of God. ദൈവരാജ്യം ദാ വരുന്നു. Oh, the kingdom of God is coming. മശിഹ ഇതാ വരുന്നു. Oh, Messiah is coming. രാജാവ് വരികയാണ് രാജ്യം സ്ഥാപിക്കാനായിട്ട്. Oh, the king is coming to establish his kingdom. പക്ഷേ ഈ രാജാവിന്റെ രാജ്യത്തിൽ അംഗങ്ങളായിരിക്കണമെങ്കിൽ എന്ത് വേണം? മാനസാന്തരപ്പെടണം. But if you have to be a citizen in this kingdom of this king, you have to repent over there. എന്തിനാ അന്നത്തെ കാലത്തെ യഹൂദന്മാർ മാനസാന്തരപ്പെടേണ്ടത്? Why do the Jews at that time of age and period have to repent? കാരണം നമുക്ക് അവരെ കുറിച്ച് പഠിച്ചാൽ അറിയാം, അനേക വർഷങ്ങളായിട്ട് ദൈവവുമായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. Oh, we understand this chosen group of people at that time of period, they lived without any relationship with God. യോഹന്നാൻ ആരോടാണ് മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴാണ് എൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. When John the Baptist says to whom they should repent, that is where we understand the reality of that situation. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരല്പം പഴയ നിയമത്തിലോട്ട് ചിന്തിക്കണം. To understand, we need to turn to our history, Old Testament over there. കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പ് മുന്നോടിയായി വന്ന യോഹന്നാന് വരുന്നതിന് തൊട്ട് മുമ്പ് വന്ന പ്രവാചകൻ ആരായിരുന്നു? Just before the forerunner John the Baptist came, who was the prophet, last prophet over there?
മലാഖിയായിരുന്നു. We understand it is Malachi. മലാഖിക്ക് ശേഷം 400 വർഷം ദൈവം എന്ത് ചെയ്തില്ലേ? യഹൂദന്മാരോട് സംസാരിച്ചു. We understand from history, after Malachi, God did not speak with his people for 400 years. ഇനി ഇവരുടെ ഈ ജീവിതം, അവരുടെ മതപരമായ ജീവിതം അല്ലെ യഹൂദന്മാരുടെ ഭക്തി ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ മലാഖി പുസ്തകത്തിലോട്ട് വരണം. To understand the reality of their faith or to their religious orientation, shall we turn our attention to the book of Malachi? മലാഖിയിലോട്ടൊന്ന് വരാം. Shall we come to Malachi? മലാഖി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ ഒന്ന് ഓടിച്ചു വായിച്ചേ. Shall we read Malachi chapter 1 verse 6 to 7? ഇവിടെ ആരെ വിളിച്ച മലാഖി സംസാരിക്കുന്നേ? Oh, to whom does Malachi call and address this message? പുരോഹിതന്മാരെ എന്നാ വിളിക്കുന്നത്. Oh, he addresses by calling the priest in that region. അപ്പം മലാഖിയുടെ സമയത്തുള്ള പുരോഹിതന്മാര് എങ്ങനെയുള്ളവരായിരുന്നു? To understand what is the condition of the spiritual life of those priests in that time period. അവർ യാഗം കഴിക്കുന്നവരായിരുന്നു. Oh, they were people who offered sacrifices. അവർ മന്ദിരത്തിൽ Oh, പോകുന്നവരായിരുന്നു. they were people who went into the temple. പക്ഷെ ഒരു കാര്യം, ഇവരുടെ ഭക്തി ആര് സ്വീകരിക്കുന്നില്ല? Oh, but one thing we need to understand, their spiritual life, who does not approve? ഇവരോട് ഇത് ചെയ്യാൻ പറഞ്ഞ ആൾ അംഗീകരിക്കുന്നില്ല. Or the person who told them to offer sacrifices, go into the temple, he is not accepting it. കർത്താവ് അവരോട് ചോദിക്കുകയാണ്, ഞാൻ അപ്പനെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? Oh, God itself is saying, if you honor me like a father, where is my respect? നമ്മളതിൻ്റെ 10-ാം വാക്യം വായിക്കും. മലാഖി 1:10 വായിക്കുമ്പം കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ മന്ദിരത്തിലോട്ട് വരാതിരുന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. Oh, in verse 10 we read, God is telling them, if you did not even come into that temple, into my temple, oh, it would have been better. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ദൈവം ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് എന്താണ്, ഇവരുടെ സ്റ്റാൻഡേർഡ് എന്താണ്? Oh, please recognize and compare between what God requires and desires the standard of his priests and what did they offer over here. ദൈവം പുരോഹിതന്മാരെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? Why did God appoint priests? സാധാരണ ജനങ്ങളുടെ മധ്യസ്ഥരായിട്ടാണ്. Oh, they were mediators for the common believers over പക്ഷേ there. പുരോഹിതന്മാരെന്താ ചെയ്യുന്നത്? But what did the priests do? അവര് തെറ്റായ മാതൃക കാണിക്കുക. Oh, they were showing a bad example over there. പുരോഹിതന്മാര് തെറ്റായ മാതൃക കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ആളുകളുടെ കാര്യം പറയും. When they itself show a model of bad lifestyle of a Christian faith, well, just imagine what does the common man believe or കർത്താവായ follow. യേശുക്രിസ്തുവിന്റെ സമയം നമ്മൾ ചിന്തിക്കുമ്പോൾ, അതായത് ഗോസ്പൽസ് വായിക്കുമ്പോൾ അവിടെയും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. കർത്താവരെ അവിടെ യഹൂദന്മാരെ എങ്ങനെ വിളിക്കുന്നേ? കപട ഭക്തിക്കാരെ എന്നാണ് വിളിക്കുന്നത്. Oh, when we think about the Jews and Pharisees in the time of the ministry of Jesus, how does the Lord address to these Jews? You hypocrites over there. ഈ കപട ഭക്തി എന്ന് തുടങ്ങിയതാണ്. Oh, when did this hypocrisy start? മലാഖിയുടെ പുസ്തകം തൊട്ട്, അതായത് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം തുടങ്ങിയതാണ് ഈ കപടഭക്തി. Oh, this hypocrisy started even from the time of Malachi, that is even from the time when they came after from their time of being in prisons, that is the time when they were living in hypocrisy over there. അവർ മന്ദിരത്തിൽ പോകുന്നു, അവർ യാഗം കഴിക്കുന്നു, എല്ലാ കാര്യങ്ങളും പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്ന പോലെ ചെയ്യുന്നു, പക്ഷെ ദൈവം പ്രസാദിക്കുന്നില്ല. They were practicing and following everything as the Lord commanded, but God was not approving of their actions. ഒരു വ്യക്തി മന്ദിരത്തിൽ വന്ന് നിന്നിട്ട് പറയാ, കർത്താവേ അങ്ങേക്ക് അറിയാമല്ലോ ഞാൻ എത്രയോ നല്ലവനാണ്. Or one person is coming and saying, oh Lord, you know how much good I am. വേറൊരാള് ഭിക്ഷ കൊടുക്കുന്ന സമയത്ത് ഭിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ആരെയാ വിളിക്കുന്നേ? Another person, when he is offering charity, who is he calling over there? ഡ്രം അടിക്കുന്നവരെ. He is calling people who are doing announcements over there or making a bigger proclamation over there. 4 പേര് വന്ന് ഞാൻ ചെയ്യുന്നൊന്ന് കാണുക. Oh, he is expecting people to address and notice him his charity over there. വേറൊരാൾ കർത്താവിനോട് ഒന്ന് പറഞ്ഞ്, കർത്താവേ അങ്ങേക്ക് അറിയാമല്ലോ ഞാൻ നേടുന്നതിലൊക്കെ പ്രദാനം കൊടുക്കുന്നു, ഞാൻ എത്ര നല്ലവനാണെന്ന് അങ്ങേക്ക്. Oh, another person comes to the Lord and says, everything I do, I'm telling you, O Lord.
അപ്പം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വന്ന് കർത്താവ് പറയുകയാണ്, യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. Oh, in this time period, there we see John the Baptist raised up over there to say, you need to repent. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് നീതിമാന്മാരായിട്ട് ആര് ജീവിക്കുന്നേ? സെക്കറിയാവും എലിസബത്തും ജീവിക്കും. In this time of darkness and this time of wrong things that are happening, there we see two people, Zechariah and Elizabeth, are living blameless over there or righteous in front of God. അതായത് ഭക്തിയോടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലും ഭക്തിയോടെ ജീവിക്കുക. Oh, there we see what the lesson to learn here is. Even if it is a time where we cannot live as faithful or people of faith, we need to live as people of faith to God over here. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ നീതിമാന്മാരായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ നീതിമാന്മാരായിട്ട് തന്നെ ജീവിക്കും. Even if there are times of darkness where we cannot live as righteous people, God expects our lives to be living with a life of faithfulness to Him over there. ഇന്നത്തെ കാലത്തെ ഒരു പ്രധാന പ്രശ്നമാണ് എന്താ? ഭക്തിയോടെ ജീവിക്കാനായിട്ട് കൂടെ ആരും ഇല്ല എന്നുള്ളത്. Today's problem, one of the major problem is there is no one to live in correlation to living a righteous life. സഭയ്ക്കുള്ളിലെ കാര്യമല്ല പറയുന്നത്, സഭയ്ക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ. I'm not talking about the life in the assembly, it is a life outside the assembly. നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ ദൈവവചനപ്രകാരം ജീവിക്കാൻ, നീതിമാന്മാരായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല. Let me remind even the children over here, it is not a very Christ-centered or friendly environment that is in the schools we see over here. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? Am I right over here? നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിലെല്ലാം നീതിമാന്മാരായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല. Even in the places of our work, it is not a very Christ-centered, friendly atmosphere. എവിടെയൊക്കെയോ ഒരു കപടഭക്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. Oh, in many areas, let us introspect, have we become like a hypocrite? ഒരു പക്ഷേ ഇന്നത്തെ മെസ്സേജ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. ഒരു നിമിഷം നമ്മോട് തന്നെ ചോദിച്ചു നോക്കാം, ലൂക്കോസ് സെക്കറിയാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ വേറൊരു വ്യക്തി എന്നെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും? If Luke could address about Zechariah like that, shall we ask ourselves, can we think about someone talking like a Zechariah to be living like this today in this age and time? വേറൊരാൾ എന്നെക്കുറിച്ച് എഴുതിയാൽ എന്നെക്കുറിച്ച് അദ്ദേഹം എന്തായിരിക്കും എഴുതുന്നത്? If someone were to write about me, how are they going to address my character, my lifestyle? വിപരീതമായ ഒരു സാഹചര്യത്തിലും ഭക്തിയോടെ ജീവിക്കുവാൻ, നീതിമാന്മാരായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. Even when there is a time of darkness and unrighteousness, can I live as a righteous person in front of God? രണ്ട്, ദൈവത്തിന് യോഹന്നാനെ അയക്കാൻ ഒരു ഫാമിലി വേണം. Second thing, God needed a family to send John the Baptist. നമ്മൾ മലാക്കി പുസ്തകം അവസാനത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രവാചകനെ അയക്കും, വലിയ തീയുടെ നാൾ വരുന്നു, അതിനു മുമ്പ് ഞാൻ എൻ്റെ പ്രവാചകനെ അയക്കും. There we read in the last portion of Malachi how in this time of period I'm going to send my prophet in front of you. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, And there we need to understand, ഈ സെക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും വീട്ടിൽ ദൂതൻ വന്ന് ഈ കാര്യം പറയുമ്പോൾ, അതായത് നിനക്കൊരു മകൻ ജനിക്കാൻ പോകുന്നു, അവൻ യോഹന്നാനെന്ന് പേരിടണമെന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ എത്രയോ കുടുംബങ്ങളിൽ പുതിയതായിട്ട് വിവാഹം കഴിച്ച് മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും. we need to understand one thing. There are many families surrounding Zechariah and Elizabeth, even when the angel is coming and approaching Zechariah and Elizabeth, even families that are new over there. ശരിയല്ലേ ഞാൻ പറയാം? നമുക്കൊന്ന് ഭാവനയിൽ ചിന്തിച്ചാൽ അറിയാം. If let us imagine for a time being over പക്ഷെ here. ദൈവം വേറെ ഒരു വീട്ടിലും പോയി ഒരു കുടുംബത്തോടും പറഞ്ഞില്ല. There, but we understand God did not go into any other family and tell this matter over there. ദൂതന് തെറ്റിയില്ല. And the angel was not mistaken over there. ദൂതൻ ആ വൃദ്ധനായ മനുഷ്യന്റെ അടുക്കിലേക്ക് പോയി അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നിടത്ത് എന്ന് അവിടെ നിന്ന് പറയാണ്, നിന്റെ കുടുംബത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നിരിക്കുന്നു, നിന്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോയി. Oh, the angel was not mistaken. The angel goes to this old man who was serving the Lord in that temple and he communicates, in your family your prayer have been heard and you will be given a son. ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് ഭക്തിയോടെ ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല ഇവിടെ. Or sometimes we might have thought it is not a friendly Christ-centered atmosphere that I can live in this place over here. ഒരു പക്ഷെ നമ്മൾ വിചാരിക്കുമോ, ഇത്ര ഭക്തിയോടെ ജീവിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എത്രയോ കാലമായിട്ട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഫലവും ഇല്ല.
Sometimes we might take a casual Christian thought where we might think, oh, it is not more important to live a Christian life. Oh, I can just take it up. I have been praying for this. Nothing has been answered. Let it go over there. ചിലപ്പോൾ നമ്മുടെ ഭക്തി എന്തെങ്കിലും കാര്യം ഇച്ഛിച്ചുകൊണ്ടുള്ള ഭക്തി ആയിരിക്കും അല്ലേ? അവിടെ നിന്ന് അനുഗ്രഹിച്ചാൽ ഞാൻ ഭക്തിയോടെ ജീവിക്കും. Sometimes it might be a barter system where we might say, if this happens, my faith will grow together. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും. Let us ask ourselves, even if God does not hear our prayers, can we live a life pleasing God? വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഭക്തിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. Even in a time of unique lifestyle, or even if a time of darkness is there, can we live a righteous life pleasing God? അങ്ങനെ സാധിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഒരു സർപ്രൈസ് വരും. And when we live in that manner, there God is going to give a surprise in our life. അങ്ങനെയുള്ള കുടുംബങ്ങളെയാണ് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. And God uses such kind of families for his purpose. ഇതിന് നേരെ വിപരീതമായിട്ട് നമ്മൾ ഏലിയുടെ കുടുംബത്തിൽ പോയി ചിന്തിച്ചാൽ നമുക്കറിയാം. And when we think for a minute, a contrast what happened with Eli and his family. ഏലിയും ഒരു പുരോഹിതനായിരുന്നു അല്ലേ? Eli also was a priest over there. പക്ഷേ ഏലിയുടെ മക്കളെ കുറിച്ച് എന്താ വായിക്കുന്നത്? But what do we read about Eli and his children? ഇനി സെക്കറിയാവിന്റെ മക്കളെ കുറിച്ച് എന്താ വായിക്കുന്നത്? What did we read now about Zechariah and his children? നമുക്ക് അതോടൊന്ന് വായിക്കാം. Shall we read that? അതിന്റെ 14-ാം വാക്യം. Shall we read chapter 1 verse 14 of Luke? ഇവിടെ ഈ വയസ്സായ വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്ന പുരോഹിതനുണ്ടാകാൻ പോകുന്ന മകനെക്കുറിച്ച് പറയുകയാണ്. നിനക്കുണ്ടാകുന്ന മകൻ നിനക്ക് വാർദ്ധക്യത്തിൽ സന്തോഷം തരുന്ന മകനായിരിക്കും. There we read how this old man is being given a message over there, how this child which is going to be born into his old age will give him happiness at his old age, at his oldest age over there. ഒരിക്കലും സെക്കറിയാവ് പറയത്തില്ല ഈ വയസ്സാങ്കാലത്ത് എനിക്ക് തലവേദന ഉണ്ടാക്കാൻ വേണ്ടി വന്ന മകനാണെന്ന് സെക്കറിയാവ് ഒരിക്കലും പറയത്തില്ല. Zechariah will not say that child is a headache born to me. Why? എന്തുകൊണ്ടാണ്? Why? കാരണം സെക്കറിയാവ് ദൈവം മുമ്പാകെ അങ്ങനെ ഒരു ജീവിതമാണ് ജീവിച്ചത്. Because Zechariah lived a lifestyle of faith in front of the Almighty God. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ നീതിമാന്മാരായി ജീവിച്ചാൽ ദൈവം നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവഭക്തരെന്ന് തെളിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളിവിടെ കാണുന്നത്. This is a proof of what we can learn from here. When we live a righteous life in front of God, honoring God, pleasing God, there we see even our children will be blessed through our ministry life over here. നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താ? What do we desire back from our children? അവർ നമുക്ക് സന്തോഷം തരുന്നവരായിരിക്കണം. Oh, they should be children that brings happiness to us. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അവന്റെ ജനനത്തിൽ പലരും സന്തോഷിക്കും. Oh, but there we read over here, by his birth many will rejoice. ഈ കുടുംബത്തിലെ അപ്പനും അമ്മയ്ക്കും മാത്രമല്ല സന്തോഷം തരുന്നത്, പിന്നെ ആർക്കൂടാ? മറ്റുള്ളവർക്കും സന്തോഷം തരുന്ന ഒരു മകനായിരിക്കും. It is not only a joy and happiness only to the parents over there, but by his birth many are going to rejoice. That is what 16-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരും. There we read over there how he will bring many to the Lord. ഇതിൽ കൂടുതൽ സെക്കറിയാവിന് എന്താ വേണ്ടേ അല്ലേ? To what more than can Zechariah expect from the Lord over ഈ here? വയസ്സാങ്കാലത്ത് തനിക്ക് സന്തോഷം തരുന്ന ഒരു കുഞ്ഞ്. Oh, there we understand Zechariah is given a child in his oldest age that brings happiness to him. മറ്റു പലർക്കും സന്തോഷം തരുന്ന ഒരു മകൻ. Oh, there we see a son that brings happiness to others. ഇനി അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ഒരു. And thirdly, he will bring many to the Lord. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും പ്രാർത്ഥന ഇതായിരിക്കട്ടെ. Oh, let us reform our prayer in this manner. നമുക്ക് വേറൊന്നും നേടാനായിട്ടില്ല. We cannot earn much things in this life. നമുക്ക് നേടാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? What is the one thing which we can earn in our life? നല്ലൊരു തലമുറ.
or a good generation ahead of us. ദൈവഭക്തിയുള്ള ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. We need a godly generation ahead of us. യോഹന്നാനെ പോലെയുള്ള അനേക കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ ദൈവം Oh, we need to have generations like John that are born as children into our families. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, And let me remind to the children who are listening. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, Let me tell to the youngsters over here. നമ്മൾ കുഞ്ഞുങ്ങളായി മാതാപിതാക്കളുടെ മക്കളായി ജീവിക്കുമ്പോൾ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് യോഹന്നാനെ കുറിച്ച് നമ്മളോട് വായിച്ചത്. Oh, children, let me remind you, what does God expect from our life as children to our parents? What should be our obligation? That is what we read about John over here. നമ്മൾ വായിച്ചേ, മാതാപിതാക്കൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന മക്കൾ. Oh, children are bringing happiness to their parents. മറ്റു പലർക്കും സന്തോഷം ഉണ്ടാക്കുന്ന മക്കൾ. Oh, as children, let us draw happiness towards others' lives. മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന മക്കൾ. Oh, then thirdly, let us understand how as children, how can we draw others, unbelieving communities to the Lord. എന്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. Oh, what a blessed family. അങ്ങനെ ഒരു കുടുംബം നമ്മുടെ കുടുംബങ്ങളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. Oh, let the Lord help us to reform our families into such a manner. ഒരു നിമിഷം നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. Shall we introspect and ask ourselves over here? കർത്താവ്, എൻ്റെ ജീവിതം എങ്ങനെയിരിക്കും? How is my life, Lord? ഞാൻ ഒരു കപടഭക്തിക്കാരനാണോ? Oh, our Lord, am I a hypocrite over here? ചിലപ്പോഴൊക്കെ ഞാൻ കപടഭക്തിക്കാരനായി തീരാറുണ്ട്. Oh, sometimes I have turned to be a hypocrite. കർത്താവെ, അവിടുന്ന് തന്നെ ശോധന ചെയ്താൽ ഞാൻ നല്ലവനായി പുറത്തു വരുമോ? Oh Lord, when you purify me, how can I come even better over here? എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ. Oh Lord, please forgive me for my സക്കറിയാവിനെ shortcomings. പോലെ എലിസബത്തിനെ പോലെ വിപരീതമായ ഒരു സാഹചര്യത്തിലും ഭക്തിയോടെ ജീവിപ്പാൻ അവിടുന്ന് എന്നെ സഹായിക്കണം. Oh Lord, please help me to live a life like a Zachariah and Elizabeth, even when the times are dark over here. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി വരുവാൻ അവിടുന്ന് എന്നെ ഉപയോഗിക്കണമേ. Oh, let my children come forward as a blessed. Please use me for that purpose, ഈ Lord. കുഞ്ഞുങ്ങളെ യോഹന്നാനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ Oh dear children, let your prayers be reformed. Oh, let me be like a child, like a John over here, to grow as bringing happiness to my parents. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കും. May the Lord help us with these words. Amen.